ഹലോ, എല്ലാവർക്കും സാക്ഷി ടി വിയിലേക്ക് സ്വാഗതം. ഞാൻ അർജുൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി മാറിയ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യുന്ന ഒരു ന്യൂസ് ആയിട്ടുള്ള HMPV വൈറസ് ഔട്ട് ബ്രേക്ക് ഇൻ ചൈനയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ പറയട്ടെ, HMPV എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടുപിടിച്ചൊരു വൈറസ് അല്ല, അത് നേരത്തെ കണ്ടുപിടിച്ചൊരു വൈറസാണ്. 2001 നെതർലൻഡ്സിലാണ് ഈ വൈറസ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ തിരിച്ചറിഞ്ഞെങ്കിലും ഏതാണ്ട് 50 വർഷത്തോളമായി ഈ ലോകത്ത് സഞ്ചരിക്കുന്ന ഒരു വൈറസാണിത്. തണുപ്പ് കാലത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ജലദോഷം വരുത്തുന്ന ഒരിനം RNA വൈറസാണ് HMPV എന്ന് പറയുന്നത്. ഇനി HMPVയുടെ ഫുൾ ഫോം ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്, അങ്ങനെയാണ് കേട്ടോ. ചൈനയിൽ ഡിസംബർ 16 ശേഷം ഇൻഫ്ലുവൻസ രോഗങ്ങൾ കൂടുതലായി പടർന്നു പിടിക്കുന്നതായിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളിൽ ന്യൂമോണിയ ബാധ കൂടുതലായി ഉണ്ടാവുന്നതായിട്ടും അവിടെ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ HMPV വൈറസും കണ്ടെത്തിയിരിക്കുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും പ്രതിരോധ ശക്തി കുറഞ്ഞവരിലും അതുപോലെ തന്നെ പ്രായമായ വ്യക്തികളിലും, അവർക്ക് പ്രതിരോധ ശക്തി പൊതുവെ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് പ്രതിരോധ ശക്തി കുറവായിരിക്കും. ഇത് ബാധിക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ വൈറസിൻ്റെ സിംറ്റംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. മൂക്കിലും തൊണ്ടയിലും ഒക്കെ ഇൻഫെക്ഷൻ വരും. അതേപോലത്തെ ഒരു ഇൻഫെക്ഷൻ, അതേപോലെ മൂക്കിലും തൊണ്ടയിലും ഒക്കെ ഇൻഫെക്ഷൻ വരുന്നൊരു വൈറസാണിത്. ശരീരത്തിൽ കടന്നാൽ 2 മുതൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ തുമ്മലും തൊണ്ടവേദനയും പനിയുമായിട്ടായിരിക്കും ഈ അസുഖം തുടരുന്നത്. ഇത് ഒരാഴ്ച കൊണ്ട് തനിയെ മാറും. അതുകൊണ്ട് തന്നെ തനിയെ അവസാനിക്കുന്ന വൈറസ് എന്നുള്ള രീതിയിൽ സെൽഫ് ലിമിറ്റിംഗ് വൈറസ് ആണ് HMPV എന്ന് പറയുന്നത്. ഇത് മിക്കവാറും ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ ആണ്. മൂക്കിലും തൊണ്ടയിലുള്ള കോശങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. പക്ഷേ ഇത് ശ്വാസകോശത്തെ ബാധിച്ചു കഴിയുമ്പോൾ ഭയങ്കര ന്യൂമോണിയ പോലത്തെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. ഇൻഫ്ലുവൻസ രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് മരുന്നില്ല, അത് തനിയെ മാറുന്ന അസുഖമാണ്. റെസ്റ്റ് എടുക്കുക, ചൂടുവെള്ളം കുടിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നപ്പോൾ അത് മാറും. എന്നാൽ അതുപോലെ തന്നെ ആയതുകൊണ്ട് തന്നെ HMPVക്കും കൃത്യമായിട്ടൊരു മരുന്നില്ല. പക്ഷേ ഇത് ശ്വാസകോശങ്ങളെ ബാധിക്കാതെ നോക്കേണ്ടതുണ്ട്. കാരണം ശ്വാസകോശങ്ങളെ ബാധിക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് പേര് ഈ ചൈനയിൽ ഔട്ട് ബ്രേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് കോവിഡുമായിട്ട് ഇതിനെ അങ്ങ് താരതമ്യം ചെയ്ത് കളയും. പക്ഷേ ഇത് കോവിഡുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല. കാരണം മഞ്ഞുകാലത്ത് വിവിധ ജലദോഷ വൈറസുകൾ വരാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ടാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് കേസുകൾ പറയുന്ന പോലെ 2011, 12 ഈ വർഷങ്ങളിലൊക്കെ US, അതേപോലെ തന്നെ കാനഡ, യൂറോപ്പ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ HMPV കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പാൻഡമിക് ആയിട്ടല്ല ഇത് ചൈനയിൽ പടർന്ന് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചൈനയിൽ കുറെ കൂടുതൽ കേസ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് എ പാൻഡമിക്. ജലദോഷം പകരുന്ന പോലെ തന്നെ പകരുന്ന ഒരു രോഗമാണ് HMPV എന്നും പറയുന്നത്. രോഗമുള്ള വ്യക്തിയുടെ തുമ്മൽ, ചുമ, ഇതിൽ നിന്ന് വരുന്ന എന്നിവയിലെ ഇതിൽ നിന്ന് വരുന്ന പാർട്ടിക്കിൾസ് കൂടി വൈറസ് അവരുമായിട്ട് അടുത്തിടവുന്ന ആടുകളിൽ എത്തും. ഇങ്ങനെയുള്ള ഇൻഫെക്ഷനെ ഫൊമൈറ്റ് ബോൺ ഇൻഫെക്ഷൻ എന്നാണ് ഇങ്ങനെ പടരുന്ന ഇൻഫെക്ഷനുകളെ പറയുന്നത്. വൈറസ് ഉണ്ട്, അത് നമ്മുടെ ഇപ്പം നമ്മൾ കോവിഡിൽ തന്നെ നമ്മൾ പറയുന്നതാണ്, നമ്മൾ കോവിഡ് ബാധിച്ച ആളിൽ നിന്നും വരുന്ന സ്രവം, അത് പാർട്ടിക്കിൾസ് എല്ലായിടത്തും പറ്റും. അതിൽ തൊട്ടിട്ട് നമ്മൾ മുഖത്ത് ഇവിടെയൊക്കെ ടച്ച് ചെയ്യുമ്പോഴാണ് ഈ വൈറസ് നമ്മളിലേക്ക് പടരുന്നത്. അതുപോലെ തന്നെ ജനുവരി മുതൽ മാർച്ച് വരെ മാസങ്ങൾ ജലദോഷത്തിൻ്റെയും ഫ്ലൂവിൻ്റെയും മാസങ്ങളാണ്. കാരണം സീസണൽ ഇൻഫെക്ഷൻ ആണ് ജലദോഷവും ഫ്ലൂവും ഒക്കെ ജനുവരി മുതൽ മാർച്ച് മാസങ്ങളിൽ. ചൂടും തണുപ്പും ഇടവിട്ടൊരു കാലാവസ്ഥയാണ്. പകൽ ചിലപ്പോൾ വലിയ രീതിയിലുള്ള ചൂടുണ്ടാകും, രാത്രിയിൽ ചിലപ്പോൾ നല്ല തണുപ്പുണ്ടാകും. സെൽഫായിട്ട് നമ്മൾ എടുക്കേണ്ട ഹൈജീൻ അത് നമ്മൾ കൃത്യമായിട്ട് എടുത്തിരിക്കണം. മാസ്ക് ഉപയോഗിക്കുക, മാക്സിമം മാസ്ക് ഉപയോഗിക്കുക, കൈ കഴുകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് രോഗിയായിട്ടുള്ള വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ജലദോഷം പോലെയുള്ള വൈറസ് ഒക്കെ, ജലദോഷം
പനിയൊക്കെ ബാധിച്ച വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കും വ്യക്തി ശുചിത്വം പാലിക്കുക, ആ വ്യക്തിയുമായിട്ട് ഇടപെട്ട ആളുകളും വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ വാട്സാപ്പിൽ വൈറലാവുന്ന കുറേ കഥകളുണ്ട്. വാട്സാപ്പിൽ വൈറലാവുന്ന വൈറസ് കഥകളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് അത് ഒരുപാട് സീരിയസ് ആയിട്ട് എടുത്ത് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടിൻ്റെ ആവശ്യം അധികമായിട്ടില്ല. ഇത് മറ്റൊരു കോവിഡ് അല്ല. അത് കോവിഡ് പോലെ പെട്ടെന്നുണ്ടായ അതിവേഗം പടരുന്ന തിരിച്ചറിയാൻ വൈകിയ ഒരു വൈറസും അല്ല HMBV എന്ന് പറയുന്നത്. ഇത് നേരത്തെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വൈറസാണ്. കോവിഡ് ചൈനയിൽ നിന്ന് വന്നതുകൊണ്ട് HMBVയും ചൈനയിൽ വന്നു. അതുകൊണ്ട് ഇതൊരു വാർത്തയായതാണ്. 2012 അമേരിക്കയിലും യൂറോപ്പിലും ഇത് കൂടിയിട്ടുണ്ടായിരുന്നു. മഞ്ഞുകാലം തുടങ്ങിയതോടെ ചൈനയിൽ കുട്ടികളിൽ ന്യൂമോണിയ കേസുകൾ ധാരാളം കൂടി. ഇൻഫ്ലുവൻസ രോഗങ്ങളും കൂടെ തന്നെ വന്നതാണ്. വൈറ്റ് ലങ് എന്ന് അവിടെ പറയുന്ന ഒരു അസുഖം. അതിൻ്റെ കൂടെ കൂടുതൽ HMBVയും കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നു എന്നതുകൊണ്ട് തന്നെ അത് പടരാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് ചൈനയും പറയുന്നത്. മെയിനായിട്ട് RT-PCR ടെസ്റ്റ് വഴി HMBV അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന HMBV വൈറസിനെ. അപ്പോൾ കൂടുതലായിട്ട് പറയാനുള്ളത്, ഒരുപാട് ഈ കാര്യങ്ങളിൽ ആൻഷ്യസ് ആവാതിരിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമുക്ക് കിട്ടും. പക്ഷേ ഈ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാട്സാപ്പ് സന്ദേശങ്ങൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കോവിഡ് വരുന്നു, മറ്റൊരു വേവ് ഉണ്ടാകുന്നു, ഇനിയും ഒരു ലോക്ക്ഡൗണിന് സാധ്യത, ഇങ്ങനെ പല രീതിയിലുള്ള പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. സോ ഇൻ മൈ ഒപ്പീനിയൻ, പ്ലീസ് ട്രൈ ടു അവോയ്ഡ് ദാറ്റ് ടൈപ്പ് ഓഫ് മെസ്സേജസ് ആൻഡ് പ്ലീസ് ഡോണ്ട് സ്പ്രെഡ് ദാറ്റ് ടൈപ്പ് ഓഫ് ന്യൂസ്. കൃത്യമായി നമുക്കിപ്പോൾ ആരോഗ്യമേഖലയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഔട്ട് ബ്രേക്ക് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റും നമ്മുടെ ഹെൽത്ത് സർവീസിലുള്ളവരും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നൽകും. അപ്പോൾ മാത്രമാണ് നമുക്ക് വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മാസ്ക് ഒക്കെ ഇട്ട് വേണം നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം, മാസ്ക് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലൊക്കെ. ഇതിൽ ഗവൺമെൻറ്റും അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ നമുക്ക് കൃത്യമായ അവരുടെ ഒഫീഷ്യൽ പോർട്ടലുകളിലൂടെ അവർ പങ്കുവയ്ക്കും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ ഒരുപാട് സ്പ്രെഡ് ചെയ്ത് വരുന്ന ന്യൂസുകൾ നമ്മൾ ഒരുപാട് വിശ്വസിച്ച് കൂടുതൽ ഓവർ തിങ്ക് ചെയ്ത് ഒരു ആൻഷ്യസ് ആവാതിരിക്കുക. സോ ഇത്ര മാത്രമേ പറയാനുള്ളൂ. സോ എല്ലാവരും സെൽഫ് ഹൈജീൻ, വ്യക്തി ശുചിത്വം പാലിക്കുക, നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും 2025 നമുക്ക് നല്ലത് മാത്രം ഉണ്ടാകുന്ന വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദിസ് ഇസ് അർജുൻ സൈനിങ് ഓഫ് ഫ്രം സാക്ഷി TV. ബൈ. താങ്ക് യു സോ മച്ച്.